ബാലവി മുല്ലക്കോയ തങ്ങൾ. അവർ ബാലവി കുടുംബത്തിൽപ്പെട്ട മഹാനായിരുന്നു. അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ വലിയായിരുന്നു. മഹാനാവുന്ന ശൈഖുന ശംസുൽ ഉലമാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഖുതുബീങ്ങളിൽപ്പെട്ട മഹാനായിരുന്നു. അപ്പം അങ്ങനത്തെ വലിയ മഹാന്മാര് ഹദറമിൽ നിന്ന്, അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞല്ലോ അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയത്തും. ഈമാനായിട്ട് ഇവിടെ പലരും പല രാജ്യത്തും വരും. പക്ഷെ അത് കളങ്കമില്ലാത്തതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് യമൻ നിന്ന് വരുന്നതായ ഈമാനാവണം എന്നാണ്. അതിലാണ് അതിൻ്റെ ഒരു യഥാർത്ഥ രൂപം ഉണ്ടാവുന്നത്. അതാണ് അൽ ഈമാനു യമാനി. ഇൽമിൻ്റെ സ്വഭാവം അങ്ങനെ തന്നെ. ഹിക്മത്ത് യമാനിയത്താണെന്ന് പറഞ്ഞാൽ ഹിക്മത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനടിസ്ഥാനപരമായ സ്വഭാവ ഗുണങ്ങൾ ആ ഹിക്മത്ത് നൽകപ്പെടുന്ന ആളിലുണ്ടാവണം. ഒമൻ യൂത്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ ഫഖദ് ഊതിയ ഖൈറൻ കസീറാണ്. അങ്ങനെയാണ്. ഹിക്മത്ത് നൽകപ്പെട്ടാൽ അവൻക്ക് ധാരാളം ഖൈർ നൽകപ്പെട്ടു എന്നാണ്. ഹിക്മത്ത് നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ ഹിക്മത്ത് നൽകപ്പെടുന്ന ആളിലുണ്ടാവേണ്ടത്, അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടത്, മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ പറഞ്ഞതുപോലെ അവനിൽ ശരിയായ തഖ്വ സുഹൂദൊക്കെ ഉണ്ടാവണം. അപ്പോൾ സുഹൂദും തഖ്വയൊക്കെ ഉള്ള ആൾക്ക് ഹിക്മത്ത് നൽകപ്പെടുള്ളൂ. അങ്ങനെ ഹിക്മത്ത് നൽകപ്പെട്ട് കഴിഞ്ഞാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ധാരാളം ഖൈറുകൾ, ഭൗതികമായ നിലക്കുള്ള നേട്ടങ്ങളും ഉഖ്റവിയാവുന്ന നേട്ടങ്ങളും എല്ലാ നേട്ടങ്ങളും അവനക്ക് നൽകപ്പെട്ടു പോകും. അപ്പം അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് യമൻ എന്നുള്ള ആ സ്വഭാവം അനുസരിച്ച് അതാണ് അൽ ഈമാൻ യമാനി വൽ ഹിക്മത്ത് യമാനി. അതാണ് മഹാന്മാരാവുന്ന സാദാത്തുക്കൾ ഇവിടെ വന്ന്. ഇപ്പം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ വലിയ വലിയ കബീലയിൽപ്പെട്ട ഒരുപാട് സാദാത്തുക്കൾ ഇവിടെ വന്നു. അതായിരുന്നു ഒന്ന് ബഹുമാനപ്പെട്ട ബാലവി സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങളുടെ പരമ്പരയാവുന്ന ആ ബാലവി കബീലിൽപ്പെട്ടതായ ഒരുപാട് സാദാത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ആലുൽ ജുഫരി എന്ന് പറഞ്ഞ് ജുഫരി കബീലിൽപ്പെട്ട പല സാദാത്തുക്കൾ ഇവിടെ വന്നു. ആലു ജമൻലയിൽപ്പെട്ട പല സാദാത്തുക്കൾ ഇവിടെ വന്നു. ആലു ഷിഹാബുദ്ദീനിൽപ്പെട്ട പല സാദാത്തുക്കൾ ഇവിടെ വന്നു. ആലുൽ ഹൈദറൂസിൽപ്പെട്ടതായ പല സാദാത്തുക്കൾ ഇവിടെ വന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് തന്നെ പരിശോധിച്ച് നോക്കിയാൽ പല ഭാഗങ്ങളിലും ഈ ദീനിന് ഇവിടെ നേതൃത്വം നൽകിയവർ അത് ഇതുപോലുള്ള സാദാത്തുക്കളായിരിക്കും. ആ സാദാത്തുക്കളോടൊപ്പം നിന്ന് അവരൊക്കെ വലിയ പണ്ഡിതന്മാരായിരുന്നു. അവരൊപ്പം നിന്ന് മഹാന്മാരാവുന്ന പണ്ഡിതന്മാരും അവരെ കൂടെ ഒന്നും കൊണ്ടിട്ട് അവർ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ വളർന്ന് പന്തലിക്കാനൊക്കെ ഉള്ള കാരണം. അപ്പം നമ്മൾ കേരളത്തിൽ പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാലോ, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപാട് മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, പല കബീലയിൽപ്പെട്ട സാദാത്തുക്കൾ ഇവിടെ താമസിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ വടക്ക് പരിശോധിച്ച് നോക്കിയാൽ, തെക്ക് പരിശോധിച്ച് നോക്കിയാൽ, മധ്യ കേരളത്തിൽ പരിശോധിച്ച് നോക്കിയാലൊക്കെ അങ്ങനെയാണ്. ഒരുപാട് മഹാന്മാരാവുന്ന സാദാത്തുക്കൾ അവരുടെ പ്രവർത്തനം അവിടെ ഉണ്ടായിട്ടുണ്ട്. അവർക്കുള്ളതായ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ അവരെ സാന്നിധ്യവും അവരെ പ്രവർത്തനമൊക്കെ വിശുദ്ധമാവുന്നതായ ഈ നമ്മൾ പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഥവാ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്നതായ ഈ ആദർശങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കപ്പെടാനും അതിനെ ഇവിടെ പ്രബോധനം ചെയ്യപ്പെടാനും ഒക്കെ വളരെയധികം എളുപ്പമായി കൊണ്ട് സാധിച്ചു. കാരണം എന്തുകൊണ്ട്? അവരുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു. മഹാന്മാരാവുന്ന സാദാത്തുക്കളുടെ ജീവിത രീതി അങ്ങനെയായിരുന്നു. അവരുടെ ജീവിതത്തിലുള്ള ഓരോന്നും നമുക്ക് പിൻപറ്റപ്പെടാൻ പറ്റിയതായിരുന്നു. ഇവിടെ പറയപ്പെടുന്ന ഞാനിപ്പോൾ പറഞ്ഞ ഏത് കബീലയിലുള്ള തങ്ങന്മാർ അന്ന് ജീവിച്ചവർ അവരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരുടെ ജീവിത രീതി അത് മഹാന്മാരാവുന്നതായ വിശുദ്ധാത്മാക്കളാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ ഔലിയായിലൊക്കെ ഉണ്ടായിരുന്ന ആ സ്വഭാവ ഗുണങ്ങൾ അവരിലുണ്ടായിരുന്നു. അപ്പം അവരുടെ ആ പ്രവർത്തനം കണ്ട് ജനങ്ങൾ വിശുദ്ധമാവുന്ന ഈ ശരീഅത്തിലേക്ക്, വിശുദ്ധമാവുന്ന ഈ ദീനിലേക്ക് അവർ ആകർഷകരായി ജനങ്ങൾ. അപ്പം ജനങ്ങളെ ആകർഷിപ്പിക്കണ നിലക്കുള്ള ഉന്നതമാവുന്ന സ്വഭാവ ഗുണങ്ങൾ, ആ ഗുണങ്ങൾ മഹാന്മാരാവുന്നതായ സാദാത്തുക്കൾ ഉണ്ടായിരുന്നു.
നമ്മളെ കേരളത്തിൽ തന്നെ പല തങ്ങന്മാരെയും പരിശോധിച്ച് നോക്കിയാൽ നമുക്കറിയാം. അവരൊക്കെ വളരെയധികം ദീന്റെ സ്വഭാവങ്ങളുള്ളവരായപ്പോൾ അവരിലേക്ക് ജനങ്ങളെന്തായി ആകർഷിച്ചു. അങ്ങനത്തെ പല കുടുംബങ്ങളും നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ട്. നമുക്കറിയാം, നമ്മുടെ ഇരിക്കുന്നത് മൊയ്നലി ശിഹാബ് തങ്ങളടക്കമുള്ള ഒരുപാട് ശിഹാബ് കബീലയിൽപ്പെട്ടതായ സദാത്തുക്കളുണ്ട്. നമ്മൾ പാണക്കാട് തങ്ങന്മാരെന്നൊക്കെ പറയുന്നത് പോലുള്ള അവർ അവിടെയും അവിടെ അല്ലാത്ത സ്ഥലത്തൊക്കെ ജീവിക്കുന്ന ഒരുപാട് സാദാത്തുക്കൾ, ശിഹാബുദ്ദീൻ കബീലയിൽപ്പെട്ട ഒരുപാട് സാദാത്തുക്കളുണ്ട്. അതുപോലെ തന്നെ മഹാനാവുന്ന മമ്പുറം തങ്ങൾ, അവരെ കുടുംബം ഇവിടെ വല്ലാതെ ഒന്നും ഇല്ലെങ്കിലും അത് മൗലദ് ദവീല എന്ന് പറഞ്ഞൊരു കുടുംബമാണ്. അത് ആ ദവീല എന്ന് പറഞ്ഞ കുടുംബം ഇവിടെ അധികമില്ല എന്നല്ല, ഇവിടെ തീരെ തന്നെ ഇല്ല എന്ന് പറയാം. കേരളത്തിൽ പരിശോധിച്ച് നോക്കിയാൽ പക്ഷേ ബഹുമാനപ്പെട്ട തങ്ങൾ കാന ഉമ്മത്തെന്ന് പറഞ്ഞല്ലോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി. അവരുടെ ആ ജീവിത കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ അവർ മറ്റൊരു വ്യക്തിയാണെങ്കിലും അത് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവരുടെ ആ പ്രവർത്തനവും അവർക്കുള്ളതായ ആ ആത്മീയമാവുന്ന ആ നേതൃത്വവും ഒക്കെ ഫലം ചെയ്തിട്ടുണ്ട്. അപ്പം അതൊരു വലിയൊരു നിലക്കുള്ളൊരു പടർന്ന് പന്തലിച്ചിട്ട് അവരെ കുടുംബമില്ലെങ്കിലും അവരുടെ പ്രവർത്തനം എന്തായിട്ടുണ്ട്, കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പടർന്ന് പന്തലിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈദുറൂസ് കബീലിൽപ്പെട്ടതായ തങ്ങമം ബഹുമാനപ്പെട്ട അസീരി തങ്ങളൊക്കെ ആ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു. സയ്യിദ് അബ്ദുറഹ്മാൻ ഹൈദുറൂസി തങ്ങളെപ്പോലെ ഒരുപാട് മഹാന്മാർ ആ കുടുംബത്തിലുണ്ട്. ജമലി കുടുംബത്തിൽപ്പെട്ടതായ ആ കുടുംബം അതുപോലെ തന്നെ വളരെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പരന്നു കേൾക്കുന്ന ഒരു കുടുംബമാണ്. അവരുടെ എൻ്റെ ഉമ്മയൊക്കെ ആ കുടുംബത്തിൽപ്പെട്ടത്, എൻ്റെ ഭാര്യയൊക്കെ ആ കുടുംബത്തിൽപ്പെട്ടത്. അവരുടെ ആ പിതാമഹൻ ഇവിടെ വരുന്നത് തന്നെ വലിയൊരു അത്ഭുതം കാണിച്ചുകൊണ്ടാണ് അവരിവിടെ വരുന്നത്. അവർ കടലുണ്ടി ആസ്ഥാനമായി കൊണ്ടാണ് അവർ പ്രവർത്തിച്ചതും ജീവിച്ചതൊക്കെ. പക്ഷെ അവരുടെ അന്നത്തെ ആ പ്രവർത്തനത്തിൻ്റെ ഗുണം ആ പ്രദേശങ്ങളിലും ആ ഭാഗങ്ങളിലൊക്കെ എന്തായി അത് വലിയ ഗുണം ചെയ്തു. അതുപോലെ തന്നെ ജുഫ്രി എന്ന് പറഞ്ഞ ജുഫിയിൽ കബീലിൽപ്പെട്ട മഹാന്മാരാവുന്ന പല സദാത്തുക്കളും ഇവിടെ വന്നിട്ടുണ്ട്. അതാണ് കോഴിക്കോടുണ്ടായിരുന്ന ഷെയ്ഖ് ജിഫ്രി, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. വിലായത്തിനോട് ബന്ധപ്പെട്ട, തൗഹീദിനോട് ബന്ധപ്പെട്ട, മുഅ്തദീങ്ങളുടെ റദ്ദിനോട് ബന്ധപ്പെട്ട, അതോടൊപ്പം തന്നെ തസവുഫിനോട് ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ച വലിയ ആലിമായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജിഫ്രി. അവരുടെ അഞ്ചൻ സയ്യിദ് ഹസൻ ജിഫ്രി തങ്ങൾ, ഇതൊക്കെ മമ്പുറം തങ്ങളെ അമ്മാമ്മമാർ കൂടിയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പിതാമഹൻ സയ്യിദ് ഹുസൈൻ ജിഫ്രി തങ്ങൾ, അവർ മമ്പുറം തങ്ങളെ പെങ്ങളെ മകനാണ്. അദ്ദേഹവും വലിയ ആലിമും അതുപോലെ തന്നെ ഖാദിരിയ തരീഖത്തിൻ്റെ ഷെയ്ഖൊക്കെ ആയിരുന്നു. ഇങ്ങനത്തെ മഹാന്മാർ ഇവിടെ വന്നു, ജനങ്ങളെ സമുദ്ധരിച്ചു, അവരെ ആത്മീയതയിൽ കൂടി അവർ സഞ്ചരിപ്പിച്ചു. അങ്ങനെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ രൂപീകരിക്കപ്പെടുന്നതിൻ്റെ മുമ്പും മഹത്തുക്കളാവുന്ന മഹാന്മാരാവുന്ന അതുപോലുള്ള പണ്ഡിതന്മാരും സാദാത്തുക്കളൊക്കെ ഒറ്റപ്പെട്ടും അവർ സംഘടിതമായിട്ടൊക്കെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം നമ്മൾ കേരളത്തിലുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കുടുംബം തന്നെയാണ് ആലു ശിഹാബുദ്ദീൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങന്മാരുടെ കുടുംബമൊക്കെ. അവരും തന്നെ ഒരു കാലഘട്ടത്തിൽ അവരുടെയും ആ പ്രവർത്തനവും അവരുടെ ആ നേതൃത്വമൊക്കെ കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും നമ്മളെ ആശയങ്ങളൊക്കെ വളർത്തുന്നതിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതാണ് ഈമാൻ യമാനിയാണ്, ഹിക്മത്ത് യമാനിയത്താണ് എന്ന് പറയാൻ കാരണം. അപ്പം മഹാന്മാരാവുന്ന സാദാത്തുക്കളും അതുപോലെ അന്ന് ജീവിച്ചിരുന്ന വിശുദ്ധരാവുന്ന ഉലായിക്കല്ലദീന ഹദല്ലാഹ് ഫബി ഉദാഹു മുഖ്തദി, ആ സ്വഭാവത്തിലുള്ളതായ പണ്ഡിതന്മാർ. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ. ഖുലഫാഉ റാഷിദീന്റെ സുന്നത്ത് പറയാൻ കാരണം എന്താ? അവർ ഉലായിക്കല്ലദീന ഹദല്ലാഹ് ഫബി ഉദാഹു മുഖ്തദി എന്ന് റസൂലുള്ളാഹിനോട് കൽപ്പിക്കപ്പെട്ടതുപോലെ മഹാന്മാരാവുന്നതായ അവരെ മുൻഗാമികൾക്കുള്ള ആ സ്വഭാവങ്ങളോടും ആ വീക്ഷണങ്ങളോടും ആ നിലപാടുകളോടും ഒക്കെ പൂർണ്ണമായും കൊണ്ട് അതിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് പ്രവർത്തിച്ചവരാണ്. അതാണ് അലൈക്കും ബി സുന്നത്തി വസുന്നത്തിൽ ഖുലഫാഇ റാഷിദീൻ. ഖുലഫാഉ റാഷിദീന്റെ സുന്നത്ത് പരിശോധിച്ച് നോക്കിയാൽ അതിലൊരു തെറ്റും ഉണ്ടാവില്ല.